ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൃഷിത്തോട്ടം, അതായത് കോട്ടുക്കൽ കൃഷി ഫാം എന്നറിയപ്പെടുന്ന കോട്ടുക്കൽ ഉള്ള കൃഷി ഫാമിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മൾ ഇന്നൊരാളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേയോടനുബന്ധിച്ച് എങ്ങോട്ടേലും പോകാമെന്നുള്ളൊരു പറച്ചിലുകൾ പറഞ്ഞപ്പോൾ എന്നെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ 5-6 കിലോമീറ്ററേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ നിന്ന് അടുത്താണ്, കോട്ടുക്കലാണ്. എന്നെങ്കിൽ നമുക്ക് പൊക്കളയാന്ന് ഇറങ്ങി. അപ്പോൾ എന്നെ കുഞ്ഞുമ്മ കൂട്ട് വിളിച്ചു. ഞാനും കുഞ്ഞുമ്മയും മക്കളുമായിട്ട് നമ്മൾ കോട്ടുക്കൽ കൃഷി ഫാമിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നതിൻ്റെ ഇടത് സൈഡും വലത് സൈഡും മൊത്തം ഈ കൃഷി ഫാമിൻ്റെ ഏരിയയാണ്. അപ്പോൾ വലത് സൈഡിനും ഇടത് സൈഡിനും ഉണ്ട് മരങ്ങളും അതുപോലെ തന്നെ തൈകളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല നല്ല ചെറിയ ചെറിയ മാവും തൈകളും പ്ലാവും തൈകളും പിന്നെ പ്ലാവും മാവും ഓരോന്നിൻ്റെയും പല പല ഐറ്റം കൃഷികളുടെ പല ഐറ്റം സാധനങ്ങളാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പം ഇവിടെ മുമ്പൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഇതുപോലെ കയറിപ്പോണ വാഹനങ്ങളെയൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെയൊക്കെ വിടുമായിരുന്നു. ഇപ്പം ആരുമില്ല. അന്ന് തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ പോവുകയും വരികയൊക്കെ ചെയ്യുമായിരുന്നു. ഏക്കർ കണക്കിന് കൃഷി ഇടമാണ്, ഏക്കർ കണക്കിന്. അതിനകത്ത് നമ്മൾ പോകുന്ന കൂട്ടത്തിൽ മയിലിനെ കണ്ട്, പിന്നെ അതുപോലെ തന്നെ പൂക്കളുണ്ട്. അതുകൊണ്ട് ആ കാണുന്നതൊക്കെ പൂപ്പാടം, ചെറിയ രീതിക്കുള്ള പൂപ്പാടം. പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കൃഷിക്കാരാണെന്നോ നമ്മളവിടുത്തെ ജോലിക്കാരെന്ന് വിചാരിച്ചപ്പോൾ അല്ല, തൊഴിലുറപ്പുകാരാണ് ഇവിടേക്ക് ഇങ്ങനെ ചെത്തിപ്പറിക്കാൻ പിന്നെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാം നടാം, നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കുന്നതുകൊണ്ട് അവിടെ കണ്ടോ ഒരുപാട് പിന്നെ തൊഴിലുറപ്പിൻ്റെ ആൾക്കാർ പണി ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചീര, പയർ, പിന്നെ വാഴ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റം സാധനങ്ങളും ഇവിടെ നിന്ന് വിൽപ്പനയ്ക്കുണ്ടെന്നുള്ള അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓഫീസ് മെയിനായിട്ട്. ഇവിടെയാണ് വിൽപ്പനയൊക്കെ ചെയ്യുന്നതും. ഇവിടെയാണ് വന്ന ആൾക്കാർ ടിക്കറ്റൊക്കെ എടുത്തൊക്കെ അന്ന് കയറുമായിരുന്നു. പിന്നെ ഇവിടെ പാർക്കുണ്ട്. അതെല്ലാം ഇപ്പം അണഞ്ഞണഞ്ഞ് വരുവാണ്. നമ്മളെല്ലാവരുടെയൊക്കെ ഒന്ന് ആഞ്ഞ് പരിശ്രമിച്ചാൽ ഇത് തെളിഞ്ഞു വരും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ വലിയ ആളൊന്നും ഇല്ല, എന്നാൽ ഈ തൊഴിലുറപ്പിന് വന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേര് പിന്നെ ഈ സാധനങ്ങൾ മേടിക്കാൻ വമ്പ ലാഭമാണ് കേട്ടോ. അപ്പോൾ ഏത്തക്കായും ചീര, പയർ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങൾ അവിടെ കൃഷിയുണ്ട്. അപ്പം ഇത് സത്യത്തിൽ ഇവർക്ക് പറ്റിയൊരു അബദ്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലുറപ്പിലുള്ള ആൾക്കാർ വന്നിട്ട് സാധനം മേടിക്കും. അപ്പം അവരങ്ങനെ കൊടുത്ത് വന്നപ്പോഴത്തേക്കാണ് ഈ സംഭവം അവിടെ ആൾ കുറഞ്ഞു വന്നത്. മറ്റേത് വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇവർ കൊടുക്കുമ്പോൾ അത് മേടിക്കാൻ വേണ്ടി വരുന്നവർ ഈ പാർക്കിലും എല്ലായിടത്തും കയറി എടുക്കുകയും ചെയ്തു. ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ അവരുടെ ഒരു ടീം തന്നെ മേടിക്കുന്നതുകൊണ്ട് ആ ടീമുകാർ വന്നിട്ട് അവർക്ക് വേറെ എന്തെങ്കിലും കയറണ്ടല്ലോ, അവരങ്ങ് പോവും. അങ്ങനെയാണ് പക്ഷേ ഈ അവിടെ ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ പച്ചക്കറികളും അതുപോലെ വാഴയും ഇതും എല്ലാം ഒരുപാട് സാധനങ്ങളുണ്ട് വിൽപ്പനയ്ക്കായിട്ട്. എത്ര കൊലകളെന്നറിയാമോ അവിടെ വെച്ച്. നമ്മൾ കുഞ്ഞുമ്മ ഒരു കൊലയൊക്കെ മേടിച്ചു, നമുക്ക് ചിപ്സ് വറുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇതിനകത്ത് മൊത്തം ഇതുപോലെ ചെടികളും ഇതെല്ലാം ഉണ്ട്. ആൾ കയറണമെന്നുണ്ടെങ്കിൽ ഇവരിത് വിൽപ്പനയ്ക്ക് കുറേ ചെടികളൊക്കെ വിൽപ്പനയ്ക്കുണ്ട്. പക്ഷേ മറ്റതിൽ ലാഭമാണ്. ഏതാണ് ഈ പഴം, ഏത്തക്ക, അങ്ങനെ പയർ, ഇങ്ങനെ പാവൽ, ഇങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. അതെല്ലാം മേടിക്കാനൂടെ അവർ അവസരം കൊടുത്തിരുന്നുവെങ്കിൽ ഇതുകൂടെയൊക്കെ വിപുലമായിട്ട് അടിപൊളിയായിട്ട് മാറിയേനെ. അപ്പോൾ ഇതൊക്കെ കുറേ തൈകളാണ്, പല ഐറ്റം തൈകളാണ്. അത് ചെടി ഐറ്റം ഉണ്ട്, മരം ഐറ്റം ഉണ്ട്, പിന്നെ ഒരുപാട്, അതായത് നമ്മൾ മീനിന് കുളത്തിലിടുന്ന പായൽ, അങ്ങനെ പല സാധനങ്ങളുണ്ട്, പല ഐറ്റം ചെടികളുണ്ട്. പിന്നെ ഇവിടെ എല്ലാം എൻ്റെ മക്കളെന്ന് പറയുമ്പം ഒരാൾ കുഞ്ഞുമാരെയൊക്കെ കൂടെ അവർ സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ്. ഞാനിതൊക്കെ വീഡിയോ ചെയ്യാൻ വന്നതാണ്. ഇവർ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാം എനിക്കൊരു ദിവസത്തെ ഒരു വീഡിയോ ചെയ്യാൻ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇവരെ കൂടെ പോയത്. അപ്പം ഞാനും മോളൂടെ ഇങ്ങനെ വീഡിയോ ഒരറ്റത്തുനിന്ന് ഇങ്ങനെ ഓരോന്ന്, ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല, ഒരു ചെടിയുടെ പേരും അറിയത്തില്ല. മൊത്തം എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ്. ചെടിയുടെയൊക്കെ പേരുകൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കിതൊന്നും അറിയത്തില്ല, ചെടിയുടെ പേരൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ വരുന്നാന്ന് നോക്കി മോളിങ്ങനെ നടക്കുവാണ്. ഈ സൈഡിലൊക്കെ നിൽക്കുന്ന ചെടികളൊക്കെ നല്ല വീട്ടിലൊക്കെ കൊണ്ടുവന്ന
സിറ്റൗട്ടിലൊക്കെ വെക്കാൻ പറ്റിയ ടൈലിട്ട വീടുകളൊക്കെ സിറ്റൗട്ടിലൊക്കെ ഇടാൻ പറ്റിയ സംഭവമാണ്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പുകയും, അതായത് നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി മലിനീകരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇതിനകത്തെന്ന് പറയുമ്പോൾ ഇതെല്ലാം നമുക്കൊരു നല്ല നല്ല ഒരു വൈബ് കിട്ടും, മനസ്സിനൊക്കെ ഒരു നല്ല സുഖം കിട്ടണം. ഇതുപോലെ അവിടെയും ഇവിടെയും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ മടുത്ത്. അങ്ങനെ നമ്മൾ അപ്പോൾ ഇവിടെ ഈ ഭാഗത്തിൻ്റെ പിറകുവശത്തായിട്ട് നമുക്ക് മയിലിനെയൊക്കെ കാണാൻ പറ്റി. പക്ഷെ അതിൻ്റെ വീഡിയോ വലുതായിട്ട് കിട്ടത്തില്ല, അത് ദൂരോട്ട് മാറി പോകണോണ്ട് വീഡിയോ എടുക്കാൻ വലുതായിട്ട് പറ്റിയില്ല. പിന്നെ ഇതാണ്ട് ഇതിനകത്തൊക്കെ ഒരു ചേട്ടൻ തോണ്ട് അതിനകത്ത് നിന്നിട്ട് പിന്നെ വളം ഇടുവാണ്. അതായത് ഈ വളമാണോ അത് വളം തന്നെ, വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കയറിയില്ല, വളമൊക്കെ ഇടുന്നതിൻ്റെ ചുരുക്കും കൊച്ചിനൊക്കെ അടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കയറിയില്ല. പിന്നെ ഇതൊക്കെ അതിന് അവർ വിൽക്കാൻ വെച്ചേക്കുന്നതാണോ അതോ ഇനി ഭംഗിക്ക് വെച്ചേക്കണോ എന്നറിയില്ല. വിൽക്കാനാവാനാണ് സാധ്യത. എന്തായാലും ഇവിടെ വിൽപ്പനയ്ക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്, മേടിക്കാൻ പറ്റുന്നവർ വന്ന് അവിടെ ഒന്ന് മേടിക്കുക. പിന്നെ അതുപോലെ തന്നെ പാർക്കുണ്ട് ഇവിടെ. അതൊന്നും നമ്മൾ ഈ സാധനം മേടിക്കാനുള്ള ചിന്തയിലാണ് കുഞ്ഞുമായും കയറിയത്. പിന്നെ മോളെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അവളെ ബർത്ത്ഡേക്ക് എങ്ങും കൊണ്ടുപോയില്ല എന്നൊരു പരാതി പറയരുത് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അഞ്ചൽ കോട്ടുക്കൽ, അതായത് അതിൻ്റെ ഇടയ്ക്കാണ്, അല്ലെങ്കിൽ അഞ്ചൽ കോട്ടുക്കൽ മണൽവട്ടം, നമ്മുടെ സ്ഥലം മണൽവട്ടമാണ്. അപ്പോൾ ചിതറ ആണ് എൻ്റെ കെട്ടിക്കൊണ്ട് വന്നത്, പക്ഷേ എൻ്റെ വീടൊക്കെ ഉള്ളത് മണൽവട്ടം ആണ്. അപ്പോൾ ഇതിനകത്ത് പാർക്കാണ് കേട്ടോ. ആ കാണുന്നതിനുള്ളിൽ പാർക്കുണ്ട്. അതുപോലെ തന്നെ പുൽത്തകിടും ഒക്കെയുള്ള നല്ല വീഡിയോസൊക്കെ എടുക്കാനൊക്കെ. പക്ഷെ അത് ചില ദിവസങ്ങളിലേ തുറക്കത്തുള്ളൂ, അവധി ദിവസമൊന്നും അവർ തുറക്കത്തില്ല. പിന്നെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ കിടന്ന് ഓടുവാണ്, അവർക്കിഷ്ടമായി. ഈ ഇരിക്കുന്ന ചെടികളൊക്കെ ഓരോന്നൊക്കെ മേടിച്ചാൽ നല്ല രീതിക്ക് കൊണ്ട് ചെന്ന് വീട്ടിന് വിൽക്കുന്നുണ്ട്. എന്തോരം നല്ല പ്രകൃതി ഭംഗിയാന്ന് നോക്കി, എന്താ പ്രകൃതി ഭംഗി. അതുകൊണ്ട് ഇതിനിടയ്ക്കൊക്കെ ഓരോ ശില്പങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൊക്ക്. ഇതിനിടയിലൊക്കെ ഓരോരോന്നുണ്ട്. പക്ഷേ എൻ്റെ ഇവിടെ കണ്ടോ ബൊട്ടാണിക് ഗാർഡൻ എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ നമ്മൾ കയറിയില്ല, നമ്മളിങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് അവിടെ അങ്ങനെ ഉണ്ടെന്നുള്ളത് എഴുതി വെച്ചേക്കുന്നത് കണ്ടത്. പിന്നെ ഇത് പാർക്ക്, ഇവിടെയും നമ്മൾ കയറിയില്ല, ഇവിടെ പാർക്കുണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. കാരണം ഇവിടെ ആളുകൾ ഇപ്പം വരവില്ലാത്തതുകൊണ്ട്. മറ്റേന്ന് പറയുമ്പോൾ കൗണ്ടറുകളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പം ഇപ്പം ആൾ വരവില്ല. കൃഷിയൊക്കെ ആർക്കും കാണണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ അവിടെ ഇതുപോലെ ഒരുപാട് തൈകളുണ്ട് കേട്ടോ, വേണമെന്നുള്ളവർക്ക് മേടിക്കാൻ പറ്റും. പുതിയ ഓരോ സംരംഭങ്ങൾ അവർ തുടങ്ങുന്നുണ്ട് ഓരോന്നും. പുതിയ കെട്ടിടങ്ങളൊക്കെയും വരുന്നുണ്ട്. അപ്പം ഇനി നമ്മളെ നാട്ടിലുള്ളവരെല്ലാവരും കൂടെ ഒന്ന് ആഞ്ഞു പിടിക്കുക കേട്ടോ. അവധി ദിവസമൊക്കെ ഒന്ന് കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട് വെറുതെ ആ പാർക്കിലും അതുപോലെ തന്നെ ബൊട്ടാണിക് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തും അതുപോലെ ഈ ചെടികളും എല്ലാം ഒന്ന് കാണിക്കാനായിട്ട് വെറുതെ നമ്മളെ വീട്ടിൽ കുത്തിയിരിക്കുന്ന സമയത്ത് പതുക്കെ മക്കളെയൊക്കെ കൊണ്ട് വെറുതെ ഒന്ന് പോയി നോക്ക്. അപ്പോൾ നമ്മുടെ നാടിന് ഒരു വിലയും ആവും, നമ്മളെ നാട്ടിലൊരു സംഭവം നല്ല ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറും. ഒപ്പം നമ്മളെ നാട് തെളിയും. നമ്മൾ അഞ്ചൽ കോട്ടുക്കലാണിത് ഉള്ളത്. കോട്ടുക്കൽ കൃഷിഫാമുണ്ട്. കൃഷിഫാമിലല്ല, കൃഷിഫാമിൽ കഴിഞ്ഞിട്ട് വേറെ കുറച്ചുകൂടെ മാറിയിട്ടാണ് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ ഇവിടെ ഒരുപാട് പല ഐറ്റം കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അറിഞ്ഞുകൂടെ എന്താണ്. നമ്മൾ വാഴക്കലയൊക്കെ മേടിച്ച് ചീരയും പയറും ഒക്കെ മേടിച്ച് ഇങ്ങനെ നമ്മൾ പോവുകയാണ് തിരിച്ച്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ നല്ല ഇതിനിടയ്ക്കൊക്കെ ഓരോ പൈപ്പിൽ ഇങ്ങനെ ഓരോ കമ്പി കണക്ക് കണ്ടോ പൈപ്പ്, അതിനകത്ത് വെള്ളം, അതായത് അവിടെയൊക്കെ പമ്പ് ചെയ്യുന്ന, അതായത് ഓരോ കൃഷികൾ ചെയ്തിട്ട് അതിനകത്ത് പമ്പ് ചെയ്യുന്ന സംഭവമാണ്. അതുകൊണ്ട് വാഴക്കൃഷിയുണ്ടോ, വാഴക്കൃഷിയുടെ അവിടെയൊക്കെ ഉണ്ട് അങ്ങനെ പൈപ്പിൽ പമ്പ് ചെയ്യുന്ന. പിന്നെ വാഴ ഇത് ചെറുത്, വലിയ വാഴയൊക്കെ ഉണ്ട്. വലിയ വാഴയെന്നാണ് നമുക്ക് കൊല വെട്ടിയത് നമ്മൾ കൊണ്ടുവന്നത്. കൊലച്ചിരിക്കുന്ന വാഴകളൊക്കെ ഉണ്ട്. ഇനി ഈ മറു സൈഡാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പം കണ്ടത്. ഇപ്പം ഇനി തിരിച്ച് വരുമ്പോൾ ഉള്ള ആ ഒരിതാണ്. അപ്പം തൊഴിലുറപ്പിനൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടോ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഇങ്ങനെ
സ്കൂട്ടിയിലും കാറിലൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്തൊക്കെ ചെടികളുണ്ട്, ചെറിയ ചെറിയ സംഭവങ്ങൾ, ചെടികളല്ല ചെറിയ ചെറിയ മരങ്ങളാണ് കേട്ടോ. ചെറിയ ചെറിയ മരങ്ങൾ അങ്ങോട്ടങ്ങോട്ട് അകത്തോട്ട് നിൽക്കുന്നതെല്ലാം അത് പ്ലാവാണോ അറിയാൻ വയ്യ. എന്തൊക്കെയോ ആണ്, പല പല ഐറ്റം സാധനങ്ങളാണ്. അല്ല പ്ലാവല്ല, വേറെന്തോ ആണ്. എല്ലാം ഓരോ ഏരിയ അനുസരിച്ചാണ് ഓരോ ഐറ്റം നട്ടേക്കണം. മാവ് പല ഐറ്റം മാവുകളുണ്ട് കേട്ടോ, ഒരു ഐറ്റമൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാവുന്ന മൽഗോവ അത് ഇതെന്ന് പറയുന്ന കണക്ക് ഒരുപാട് ഐറ്റം. ഇത് തെളിഞ്ഞ് വരുവാണ്, ഇത് കൂടെ വലുതായി വരുമ്പോഴത്തേക്കും നമ്മളെ നാട്ടിൽ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് അന്യ സംസ്ഥാനത്ത് നിന്ന് കേടാവാതിരിക്കാൻ അതും ഇതുമൊക്കെ ചെയ്ത് കൊണ്ടുവരുന്നേക്കാളും നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ഇത് വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ ഇത് വിൽക്കും. അപ്പോൾ നമുക്കും പോയി മേടിക്കുകയൊക്കെ ചെയ്യാം. വളർന്ന് വരുവാണതെല്ലാം. കൊള്ളത്തില്ലേ? എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. ഇതിനകത്തൊന്നും ഇല്ല, എന്നാലും നമ്മൾ ഈ ചെറിയ ചാനൽ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി. അപ്പോൾ നമുക്ക് അറിയത്തില്ല എന്തൊക്കെ ചെയ്യണമെന്നുള്ള, നമുക്കും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ആഞ്ഞ് പരിശ്രമിക്കുക, എന്നെ ഒന്ന് വിജയിപ്പിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയൊക്കെ വല്ലപ്പോഴൊക്കെ